കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പണം, അതായത് അടിമ കടത്തൽ, അതിനെപ്പറ്റി ചോദിച്ചു കുറച്ച് പേര്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്. ശരിക്കും ഗുരുവായൂരപ്പന് നമ്മളെ ആരെയാണോ സമർപ്പിക്കുന്നത് അതാണ് അവിടെ നടത്തുന്നത്. ഗുരുവായൂരപ്പന് വഴിപാട് തന്നെ ഗുരുവായൂരപ്പൻ്റെ കുട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ഏത് സമയത്തും ആ കുട്ടിയുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് ഗുരുവായൂരപ്പന് വഴിപാട് കൊടുക്കുമ്പോൾ ആ വഴിപാട് അതായത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ കൊടുക്കുമ്പോൾ അത് പിന്നെ ആ കുട്ടി ഗുരുവായൂരപ്പൻ്റെ കുട്ടിയായിട്ടാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നത്, തിരിച്ചേൽപ്പിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ്. വളരെ പ്രാധാന്യം തന്നെയാണ് അതിന്. ചോറൂണ് കൊടുക്കുന്ന സ്ഥലത്ത് ചോറൂണ് കൊടുത്താൽ 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിൽ ചോറ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്കും ദർശനമുണ്ട്. അതുപോലെ ആ കുട്ടികളെ അവിടെ തൊട്ടിലുണ്ട്. ആ തൊട്ടിലിൽ കിടത്തിയിട്ടൊന്ന് ഊഞ്ഞാൽ ആട്ടുന്ന പോലെ ആട്ടിയിട്ട് തരും. അത് അവിടെ ചോറൂണ് കൊടുത്തതിൻ്റെ ഒരു വഴിപാട് പോലെ അങ്ങനെ ചെയ്യാം. അതിനവിടെ തിരുമേനിമാരുണ്ടാവും ചോറൂണ് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അടിമ കടത്തൽ എന്ന് പറഞ്ഞാൽ കൊടിമരത്തിൻ്റെ അവിടെയാണ്. കൊടിമരത്തിൻ്റെ, അതായത് നമ്മുടെ നാലമ്പലത്തിലെ ചുറ്റമ്പലത്തിനുള്ളിലുള്ള കൊടിമരം, എന്താ പറയുക, ഉത്സവത്തിനൊക്കെ കൊടി കയറുന്ന ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടുത്തെ സോപാനം കാവലുകാരുണ്ടാവും. അപ്പോൾ അവരോട് പറയുക കുട്ടിക്ക് അടിമ കടത്താനുണ്ട്. അതിന് പ്രായപരിധിയൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികളെയും കടത്താം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും സമയത്ത് നേർന്നതാണെങ്കിൽ കുട്ടി 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ 1 വയസ്സിൻ്റെ ഉള്ളിൽ കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 10 വയസ്സായാലും 15 വയസ്സായാലും അതൊന്നും പ്രശ്നമില്ല. അവിടെ നമ്മളുടെ സമർപ്പണ മനോഭാവത്തിനാണ് പ്രാധാന്യം. നമ്മളെ വഴിപാട് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണോ അതിന് തക്ക സമയം ഒത്തുവരുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ്. കാരണം ഏത് വഴിപാടാണെങ്കിലും വേഗം വേഗം ചെയ്താലാണ് അതിൻ്റെ ആ ഒരു പ്രതിഫലനം നമ്മളിലേക്ക് എത്തുക. പക്ഷേ എന്തെങ്കിലും കാര്യം കൊണ്ട് വഴുകി എന്ന് വെച്ചാലും അത് കുഴപ്പമില്ല എന്നർത്ഥം. 10 വയസ്സായാലും അല്ലെങ്കിൽ 15 വയസ്സായാലും ആ കുട്ടിയെ അടിമ കടത്തി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശരിക്കും ചെറിയ കുട്ടീനെയാണ് അടിമ കടത്തുക എന്ന് പറഞ്ഞാൽ നടതള്ളുക എന്നൊക്കെ പറയുക. അങ്ങനെ പറയാം. നമുക്ക് ഗുരുവായൂരപ്പനായിട്ട് സമർപ്പിക്കുകയാണ് ആ കുട്ടിയെ. പിന്നീട് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പൻ നോക്കും എന്നാണ് ആ ഒരു വിശ്വാസമാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. സോപാനം കാവലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ മഞ്ഞ പട്ട് എടുത്തു വരും. മഞ്ഞ പട്ട് എടുത്തിട്ട് നമ്മുടെ കൊടിമരത്തിൻ്റെ വലതേ സൈഡിൽ അവിടെ കിടത്തുക. അപ്പോൾ ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളെ കുട്ടിയെ കമഴ്ത്തി കിടത്തുക. അങ്ങനെ കമഴ്ത്തി കിടത്തി കൊടുത്താൽ പിന്നീട് സോപാനം കാവൽ, എന്നിട്ട് തിരിഞ്ഞു നിൽക്കുക. ഈ കിടത്തുന്ന ആൾ ആരാണോ അവർ കുട്ടിയെ ഏറ്റുവാങ്ങാൻ പാടില്ല എന്നാണ്. മറ്റൊരാൾ തിരിച്ചു വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കിടത്തിയ ആൾ തിരിഞ്ഞു നിൽക്കുക. ഈ സോപാനം കാവലുകാരൻ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരേനെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ തൊഴിയിക്കും ആ കുട്ടീനെ കൊണ്ട്. എന്നിട്ടാണ് ആ കുട്ടിയെ തിരിച്ച് ഏൽപ്പിക്കുക. ആദ്യം കിടത്തിയ ആൾക്കല്ല, മലത്തി എടുത്തിട്ട് ആ കുട്ടിയെ തൊഴിയിപ്പിച്ച് മറ്റൊരാൾക്ക്, അതായത് അച്ഛനാ കിടത്തിയത് വെച്ചാൽ അമ്മയ്ക്ക്, അമ്മയാ കിടത്തിയത് വെച്ചാൽ അച്ഛന്, ആ കുട്ടിയെ തിരിച്ച് തരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ കിടത്തി ഗുരുവായൂരപ്പൻ്റെ കുട്ടിയായി ആ കുട്ടീനെ തിരിച്ച് കിട്ടുകയാണ് നമുക്ക്. അതാണ് ഏറ്റവും പ്രാധാന്യം. എന്നിട്ട് ഒന്നുകിൽ അവിടെ ദക്ഷിണ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഗുരുവായൂരപ്പന് ദക്ഷിണ കൊടുക്കുക. അത് എങ്ങനെയാണോ ഭക്തരുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. ഇത്രയാണ് ഗുരുവായൂർ അടിമ കടത്തലിനെ പറ്റിയിട്ടുള്ള കാര്യം കേട്ടോ. ഹരേ കൃഷ്ണ.